എടാ അപ്പു ഒന്നും മിണ്ടാണ്ടിരുന്നിട്ട് എന്താ ഞാനൊരു കാര്യം പറഞ്ഞ് തീർക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, ലിയോസ് വ്ലോഗിൻ്റെ മറ്റു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവരും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബേഡ്സിൻ്റെ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ അടുത്തൊരു 8ഓളം ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഉണ്ട്, ഗ്രീൻ ഫിഷറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെ സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ഒരു സെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ വില പറയേണ്ട ആവശ്യമുണ്ടെന്നല്ലേ. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ വില പറയുന്നില്ല, കാരണം വില നിങ്ങൾക്ക് പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡേഴ്സ് ഉണ്ട്, സാധാരണ ഇതിൽ കഷ്ടപ്പെട്ട് വളർന്ന ബ്രീഡേഴ്സാണ്. ഇപ്പോഴത്തെ ഫുഡിൻ്റെ റേറ്റ് അനുസരിച്ചും ഭയങ്കരമായിട്ട് ഫുഡിൻ്റെ റേറ്റ് കൂടുകയും, പക്ഷേ ഇത് ബേഡ്സിൻ്റെ വളരെ വിലയൊക്കെ വളരെ താഴ്ന്ന സ്ഥിതിക്കുന്നതിനാൽ ഇതേപോലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് റേറ്റൊക്കെ പറഞ്ഞു കിട്ടണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ബിസിനസ്സിനെ ചിലപ്പോൾ താഴ്ത്തി കിട്ടുന്നൊരു സംസാരമായിട്ട് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ പല കമൻറ്റുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അതിൻ്റെ പേരിൽ നമ്മൾ ഇപ്രാവശ്യം ഇതിൻ്റെ വില പറയുന്നില്ല, ഈ വില നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വില പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ വന്നിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വന്നിട്ട് ബേഡ്സിൻ്റെ 8 ബേഡ്സാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ബേഡ്സിൻ്റെ വില നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ പേരും ഒറ്റ മെസ്സേജ് തന്നെ അയച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വിലയും നിങ്ങൾ പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വീകാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാവുന്നുള്ളത്. അതാണ് ഇപ്രാവശ്യത്തെ ഒരു ഓഫർ എന്നുള്ളത്. അതായത് വില നിങ്ങൾക്ക് പറയാമെന്നുള്ളത്. അതിനകത്ത് ഇപ്പോൾ കച്ചവടക്കാർക്കായാലും കച്ചവടക്കാർക്കും പങ്കെടുക്കാനായിരുന്നല്ലേ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം പറയാമെന്നുള്ളത്, നോർത്ത് പറവൂർ വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. പിന്നെ അല്ല നമ്മുടെ അടുത്ത് ഇതിൻ്റെ അകത്ത് ഈ കൂടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കൂടിലിട്ട് തരിക എന്നുള്ളത് ഇതിനേക്കാൾ ചെറിയ കൂടുകളുണ്ട്, അതിനകത്ത് ടൈകൾ തരിക. നിങ്ങളുടെ കൂടിന് എത്രത്തോളമുള്ള കൂടുകളാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കൂടിൻ്റെ റേറ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത്. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ റേറ്റ് വളരെ കുറവായിരിക്കാം. അതിനകത്ത് കൂടിൻ്റെ വില ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കിളികൾ പറഞ്ഞാൽ നമ്മൾ തരാൻ തയ്യാറാണ്. എന്തായാലും ഈ ഒരു ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാന്യതയുള്ള ഒരു റേറ്റ് അയക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇതേപോലെ തന്നെ പക്ഷികളെയൊക്കെ വളർത്തിയിട്ട് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഇതും എനിക്കും ഉണ്ട് എന്നാൽ, അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഒരു റേറ്റിലേക്ക് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്ഥലമാണോ നിങ്ങളുടെ ആയാലും ആ ട്രാൻസ്പോർട്ടേഷനൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ വരാം. ഓക്കെ, എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും ഈ വീഡിയോ ക്ലോസ് ചെയ്യണം. പിന്നെ അതുപോലെ ഞാൻ വേറെ കാര്യം പറയുന്നത്, എൻ്റെ മുടി ഒന്ന് ട്രാൻസ്പ്ലാന്റ് വരുന്നുണ്ടോ, ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എടാ അപ്പു ഒന്നും മിണ്ടാണ്ടിരുന്നിട്ട് എന്താ ഞാനൊരു കാര്യം പറഞ്ഞ് തീർക്കട്ടെ. എന്താണത് തീർക്കട്ടെ പറഞ്ഞൊന്ന്. ഓക്കെ, മിണ്ടാണ്ടിരിക്കട്ടാ. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡീറ്റെയിൽസുള്ള വീഡിയോസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ നമ്മളെ ചാനലിൽ കയറുക. പിന്നെ അല്ലാതെ നമ്മൾ ഡോക്ടറോട് സംസാരിക്കുന്നൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, അതും നിങ്ങൾ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി അതൊന്ന് കയറി നോക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ബേഡ്സിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. പിന്നെ അല്ല, ബേഡ്സുകൾ ഇനിയും കൊടുക്കാനുണ്ട്. നിങ്ങൾ ദയവായി ഇത്തരത്തിലുള്ള ഇതൊക്കെ കിട്ടാൻ വേണ്ടി ചാനലൊന്ന് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഉണ്ടല്ലോ. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.